ചന്ദ്രനെ കയ്യിലെടുത്തമ്മന മാടി നീ ചെന്തെങ്ങിലെ പൊന്നിള നീർ കുമ്പിളിൽ തൂവി നീ ഓ ചന്ദ്രനെ കയ്യിലെടുത്തമ്മന മാടി നീ ചന്ദങ്ങിലെ പൊന്നിള നീർ കുമ്പിളിൽ തൂവി നീ ഓ ഹലോ ആ അമ്മ ജോലി ശരിയായി നൈറ്റാ അല്ല ഇന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ ഇവിടെ വല്ലതും നോക്കണം. ഹലോ ഹലോ ചേട്ടാ ഇവിടെ അടുത്തേ താമസിക്കാൻ റൂം വല്ലതും കിട്ടും? അരിസ്റ്റോൺസിൽ പോയാലോ? ഒരുപാട് റൂം ഉണ്ടാവും. അയ്യോ അതല്ല, ദിവസ വാടകയ്ക്കല്ല, ഇവിടെ അടുത്തൊരു ജോലി ശരിയായിട്ടുണ്ട്. മാസം വാടകയ്ക്കാണല്ലേ? ഇവിടെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അയാളുടെ ചോദിച്ചാൽ മതി. താങ്ക്സ് ചേട്ടാ. എത്രയായി? ചേട്ടാ ചേട്ടാ ഈ ഫ്ലാറ്റ് ആരാക്കാണ്? ചേട്ടന്. ചേട്ടന്റെ പേരെന്തോന്നു? അയ്യോ എന്റെ ചേട്ടനല്ല, ചേട്ടന്. എന്നെ കാണാ? ചേട്ടാ വാടകയ്ക്കൊരു മുറി കിട്ടൂ? എന്താ എന്റെ പേര്? വിനയൻ. ഒരു റൂമുണ്ട്, 4000 രൂപ. അയ്യോ ചേട്ടാ ഫ്ലാറ്റിൽ വേണ്ട, അതുമല്ല 4000 രൂപ കുറച്ച് കൂടുതലാ. ഫ്ലാറ്റിലാ 4000 രൂപയ്ക്ക് റൂമാണ്. വാ വാ വാ. ചേട്ടാ ഈ 4000 രൂപ. 4000 രൂപ? അല്ല
അല്ല, 4000 കുറച്ച് കൂടുതലല്ലേ? റൂമുണ്ട്. 500 രൂപ വേണോ? ആ, വാ. കേറ് വാ. ദാ നോക്ക്. വേണോ? വേണമെങ്കിൽ ഇപ്പൊ പറയണം. വേണോ? എവിടുന്ന മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഓരോരുത്തരും വന്നോളൂ. നീ ചായ കുടിക്കും. ഇവിടെ ഒരു കക്കൂസ് വേണമെങ്കിലും കൊടുക്കണം. രൂപ 500. ചേട്ടാ, ഒരു പാർട്ട് ടൈം ജോലി, നൈറ്റ് ഷിഫ്റ്റ്, ആകെ 4500 രൂപ ശമ്പളം. അതിൽ നിന്ന് ഭക്ഷണവും വാടകയും പോയാൽ പിന്നെ വീട്ടിലയക്കാനൊന്നും ബാക്കി ഉണ്ടാവില്ല. രാത്രി 8 മുതൽ രാവിലെ 7 വരെ ജോലി. എപ്പോഴെന്ന് പറഞ്ഞത്? രാത്രി 8 മുതൽ രാവിലെ 7 വരെ. വാ, റൂം വേണമെങ്കിൽ എൻ്റെ കൂടെ വാ. എന്തിനേട്ടോ ഇന്ന് പറ്റില്ല. ബാ ബാ. $1500 വാടക 1500. എന്താ പറയാ? പക്ഷെ ഇവിടെ വേറെ ആരെങ്കിലും താമസമുണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ഞാനെങ്ങനെ താമസിക്കും? അയാൾ സമ്മതിക്കുമോ? അയാൾ സമ്മതിക്കൂല. പിന്നെ ഇവിടെ ഒരാൾ താമസമുണ്ട്. അയാൾക്ക് ഇവിടെ ഒരു അടുത്തൊരു വാരിയലാണ് ജോലി. രാവിലെ 7 മണിക്ക് പോയാൽ വൈകിട്ട് 8 മണിക്ക് വരൂ. നിനക്ക് നൈറ്റ് ഡ്യൂട്ടി എന്നല്ലേ പറഞ്ഞത്? നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിനക്കിവിടെ താമസിക്കാം. കാൽഭാഗം വാടക എന്നാ മതി. പക്ഷെ മറ്റേ ആൾ അറിയാൻ പാടില്ല. അത് ശരിയാവോ? നിനക്ക് പറ്റില്ലേ പറ. എനിക്ക് വേറെ പണിയുണ്ട്. അല്ല, മതി മതി മതി. അഡ്വാൻസ് 1500 രൂപ. ഇത്രേ ഉള്ളൂ. ഇരിക്കട്ടെ. വലിയ മാറ്റമൊന്നുമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. ആസ് യൂഷ്വൽ എന്ന ഒറ്റ ഇംഗ്ലീഷ് വാക്കിൽ ഒതുക്കാവുന്ന ഒരു ദിവസം. ഇന്നുമുണ്ടായിരുന്നു എഡിറ്ററുടെ വക ഒരു തൃശ്ശൂർ പൂരം. കാശുള്ളതുകൊണ്ട് മാത്രം എഡിറ്ററായ ഒരു മനുഷ്യൻ.
വാക്കുകൾ മനസ്സിലാകില്ല എന്നതായിരുന്നു ഇന്നത്തെ കുറ്റം. അതിനാദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണെന്ന് അയാൾക്കറിയില്ല. ഈ രാത്രി ഇന്നിന് വേറെയില്ല. കുറച്ചെഴുത്ത്, പിന്നെ ഉറക്കം. ശുഭരാത്രി. ദോശ അത് ഇയാളാരും മനുഷ്യനെ കണ്ടിട്ടില്ലേ? മാളുടെ മൊത്തം നോക്കൂല. അവനാര്? ചേട്ടാ ചേട്ടാ, നീയാ? നീ ഇവിടെ നില്ലേ, അയാൾ പോയാൽ നോക്കട്ടെ. രക്ഷയില്ല. ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഇത് കൊടുത്തിട്ട് നല്ലത് പുതിയൊരെണ്ണം വാങ്ങിരേ. പുതിയൊരെണ്ണം വാങ്ങിക്കാൻ എൻ്റെ പൈസയൊന്നുമില്ല. വീട്ടുവാടകയും ഭക്ഷണവും കഴിഞ്ഞാൽ പിന്നെ വീട്ടിലയക്കാൻ പോലും തികയില്ല. ഇനിയിപ്പോൾ അമ്മ എങ്ങനെ വിളിക്കുമെന്നാ? ഇവിടെ അടുത്തൊരു കോയിൻ ബൂത്തുണ്ട്. 1 രൂപ ഇട്ടാൽ മതി, ഇഷ്ടം പോലെ വിളിക്കാം. ഇതാ അയാളുടെ ഒരു ഉപദേശം. നീ ആള് ഭാഗ്യവൻ തന്നെ കേട്ടാടേ. ഈ ഫോണിന്റെ പേര് കൂടി വല്ല ഫോണുമൊക്കെ ആയിരുന്നെങ്കിലേ നിന്റെ ദിക്കർ കീറിപ്പോയതായിരുന്നു. എത്രയായി? 20 രൂപ. പോയി. സാറൊന്ന് നേരത്തെ വന്നു? അല്പം നേരത്തെ ഇറങ്ങി. അടുത്ത ആഴ്ച തീർക്കാനുള്ള കുറച്ച് വർക്ക് പകുതിയിലാണ്. അതൊന്ന് തീർക്കണം. താനിപ്പോ ഫുൾ ടൈം ഇവിടെയാണല്ലോ? എന്നാ ഫ്ലാറ്റിൽ നിന്ന് പറഞ്ഞോട്ട് സാറേ. ഞാൻ ഇവിടെ സെക്യൂരിറ്റി ആണെന്ന് ആ കള്ളൻ നായൻ്റെ മോൻ ബംഗാളി പറഞ്ഞു കൊടുത്തു. ഇപ്പൊ അവനാ അവിടുത്തെ സെക്യൂരിറ്റി. സാറിന്റെ നോവലൊക്കെ ഞാൻ വായിക്കാറുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഞാനിതൊക്കെ വായിക്കാറുണ്ട്. എന്നാ സാർ പോണം സാറേ, ധൈര്യമായിട്ട് വേണം. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പം സംഭവിക്കില്ല. സാർ ധൈര്യമായിട്ട് വേണം. പോണം സാറേ, ഞാനിവിടെ ഉണ്ടെന്ന്. സാർ പോണം. ഞാൻ കൊടുക്കും തന്നെ.
ഓ താൻ എൻ്റെ മുറിയിൽ കയറിയോ? എന്താ സാർ? താനാണോ റൂമൊക്കെ ക്ലീൻ ചെയ്തത്? അതെ സാർ. ഇത് വെച്ചോ. എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ഇയാളെ കയ്യിൽ നിന്നൊരു ടിപ്പ് കിട്ടുന്നത്. ഈശ്വര നിനക്ക് നന്ദി. ഇതപ്പം കൊള്ളാല്ലേ? മറ്റേയാളോടെ പോയി? ലീവാണ് സാർ. ഇന്ന് അമ്മ വിളിച്ചിരുന്നു. ആ സുന്ദരിക്ക് പട്ടണത്തിലെത്താൻ സമയമായി അത്രേ. കൊണ്ടുവരണം എത്രയും പെട്ടെന്ന്. മനസ്സ് മുഴുവൻ അതായിരുന്നു ചിന്ത. ബാക്കിയെല്ലാം മുറ പോലെ നടന്നു. ശകാരം, യാത്ര, ഭക്ഷണം. ശുഭരാത്രി. താണെന്നല്ലേ ലീവിലായിരുന്നു? അതെ സാർ, മോക്ക് സുഖമില്ലായിരുന്നു. റൂം ക്ലീൻ ചെയ്യാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോ? അതെ സാർ, അതെ സാർ. ഇതാരുടെയാണ്? അപ്പൊ അതാണ് കാര്യം. പിന്നെ താൻ എന്തിനാണ് അവരോട് കള്ളം പറഞ്ഞത്? അത് പിന്നെ സാറേ, അയാളൊരു പാവാണ് സാറേ. സാറിനൊരു ശല്യം ഉണ്ടാവില്ല. സാറേ, എന്തായത്? സാറ് എന്ന ടിപ്പ് അത് താൻ തന്നെ വെച്ചോ.
ഒരു കാര്യം ചെയ്യ്, അയാളോട് ഇവിടെ തന്നെ താമസിക്കാൻ പറ. പ്രിയ സുഹൃത്തിന്, ഇനി ഈ ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. ഇനി നമുക്ക് ഈ അപരിചിതത്വം ഒഴിവാക്കാം. കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അറിഞ്ഞു. ഒരാൾക്ക് ഒരു പകൽ റൂം പകത്തു നൽകുന്നതിൽ എനിക്ക് വിരോധമില്ല. സന്തോഷം മാത്രമേ. ഒരുപാട് സന്തോഷം. എൻ്റെ പേര് വിനയൻ. പക്ഷേ പേര് വിളിക്കുന്നതിനേക്കാളും എനിക്ക് നിങ്ങൾ സുഹൃത്തേ എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ വലിയ മനസ്സിന് നന്ദി. ഇവിടെ ഇൻടെക് എന്നൊരു കമ്പനിയിൽ പാർട്ട് ടൈം ജോലിയാണ്. വലിയ ശമ്പളമൊന്നുമില്ല. പിന്നെ എനിക്കും അമ്മയ്ക്കും ഈ ശമ്പളം ധാരാളം. പ്രിയ സുഹൃത്തിന്, എൻ്റെ പേര് അശോകൻ. ഞാൻ ഒരു വാരികയിൽ എഴുത്തുകാരനാണ്. ഒന്നല്ല, 3 വാരികയിൽ, വ്യത്യസ്ത പേരുകളിൽ. ഞാനും തന്നെ പോലെ തന്നെ. വീട്ടിലൊരു സുന്ദരിയുണ്ട്, എൻ്റെ അമ്മ. അമ്മയും പിന്നെ ഞാനും. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. താൻ വിളിക്ക്. ആദ്യമേ ഞാനൊരു ക്ഷമ ചോദിക്കുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു ഫോൺ തകർന്നു. ഈ ശമ്പളത്തിൽ ഒരു ഫോൺ വാങ്ങുക എന്നത് ഈ ഒരു സാഹചര്യത്തിൽ കഴിയില്ല. തൽക്കാലം ഈ കത്തെഴുത്ത് മാത്രമാണ് ആശ്രയം. സുഹൃത്തിന് അത്യാവശ്യമായി കോട്ടയം വരെ ഒന്ന് പോകുന്നു, കുറച്ച് കാശിന്റെ ആവശ്യത്തിന്. വന്നിട്ട് കാണാം. അശോകൻ. സുഹൃത്തെ, എന്താണെന്നറിയില്ല, കുറച്ചുനാൾ തൻ്റെ കത്ത് വായിക്കാതിരുന്നപ്പോൾ ഈ മുറിയിൽ ഒറ്റയ്ക്കായതുപോലെ. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും തൻ്റെ സൗഹൃദമാണ് ഈ വലിയ നഗരത്തിലെ ഏക ആശ്വാസം. സ്നേഹപൂർവം, വിനയൻ. എനിക്കും ഈ സുഹൃത്താണ് ഏക ആശ്വാസം. പോയടത്ത് നിന്ന് കാശ് കിട്ടിയില്ല. പിന്നെ കുറച്ച് കാശ് കടം വാങ്ങി വച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് തീരെ സുഖമില്ല. എൻ്റെ സുന്ദരിക്ക് ചെറിയൊരു സർജറി. ഞാൻ അമ്മയെ കൊണ്ടുവരാൻ പോകുന്നു. മടങ്ങി വരുമ്പോൾ ഈ എഴുത്തുകൾക്ക് വിരാമം വിട്ട് നമുക്ക് നേരിട്ട് കാണാം. സസ്നേഹം, അശോകൻ. ഇന്നലെ ആഹാരം കൊണ്ട് ചെന്നപ്പോൾ അയാൾ കരയുന്നത് ഞാൻ കണ്ടതാണ്. അയാളുടെ അമ്മയ്ക്ക് സുഖമില്ല. പക്ഷെ ഇന്ന് മുഖത്ത് അല്പം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ആരുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് കാശൊക്കെ കടം വാങ്ങിയാൽ പോയത്. അമ്മ ഇങ്ങ് കൊണ്ടുവരാൻ. നമ്മുടെ അനന്തപുരി ഹോസ്പിറ്റലിലാണ് സർജറി. ആ സാറൊരു പാവ. എന്തു പറ്റി? അയാൾ കാശെടുക്കാൻ മറന്നുപോയി. അയാളുടെ നമ്പർ എഴുതിയ ലെറ്റർ ഇവിടെ കാണുന്നുമില്ല. അയ്യോ, ഞാനൊന്ന് റൂം ക്ലീൻ ചെയ്തു. അപ്പോഴെങ്ങാനും ഞാൻ അയാളെ നോക്കട്ടെ. റൂം പൂട്ടിയേക്ക്. ശരി.
ബസ് സ്റ്റാൻഡ്. സാർ ഇവിടെ ആക്സിഡൻ്റ് ആണ്. വേഗം പോയി പോരാ. Hello, she's all right. താങ്ക് യു സർ. പ്രിയ അശോകന്, ഈ സുഹൃത്തിനോട് ക്ഷമിക്കുക. ഒരമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് നിങ്ങളുടെ കാശ് ഉപയോഗിക്കേണ്ടി വന്നു. ഞാൻ പോകുന്നു. നിങ്ങളുടെ കാശുമായി ഞാൻ തിരികെ വരും. ഒരിക്കൽ കൂടി മാപ്പ്. സ്വന്തം വിനയൻ. അടുത്തൊരു മെഡിക്കൽ സ്റ്റോറുണ്ട്, ഞാൻ പോയി ഗുളിക വാങ്ങിച്ചോണ്ടിരാം. ഞാൻ കാണാതെ പോയ ദൈവതുല്യനായ എൻ്റെ സുഹൃത്തിന് നന്ദി, 1000 നന്ദി. ചില കഥകൾ അങ്ങനെയാണ്. 4 ചുവരുകൾക്കുള്ളിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നു. ചില ജീവിതങ്ങളും